അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു ഓഫീസിലാണ് എനിക്ക് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ സൗണ്ട് ഇത്തിരി പ്രശ്നമാണ്, സൗണ്ട് ഇത്തിരി പോക്കാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് തന്നെ കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് VSSC ISROയിലേക്ക് ഞാൻ ട്രെയിനിങ്ങിനായിട്ട് പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിയത്, ഞാൻ എന്താണ് പഠിച്ചത്, അത് ഞാൻ കഴിഞ്ഞിറങ്ങിയതിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ. +2 കഴിഞ്ഞിട്ട് പോളിടെക്നിക്കിലേക്ക് പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല ഞാൻ. അങ്ങനെ പോളിടെക്നിക്ക് പോയി ഞാൻ പഠിച്ചത് വുമൻസ് പോളിടെക്നിക്കാണ്. ഓയിലെ DCP ആണ് ഞാൻ പഠിച്ചത്. DCP എന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ DCP എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അപ്പോൾ DCP എന്താണെന്ന് നമുക്ക് നോക്കാം. DCP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസാണ്. ഈ DCPയിൽ വരുന്ന കുറച്ച് സബ്ജക്റ്റ് കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ഫിനാൻഷ്യലായിട്ട് കൊമേഴ്സ്, നമ്മുടെ ഷോർട്ട് ഹാൻഡ്, ടൈപ്പ് റൈറ്റിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് പഠിച്ചറിയാനുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി അവസരങ്ങൾ ഈ DCPക്കാർക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഇതൊരു വുമൺസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പോളിടെക്നിക്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് അവരെന്തായാലും കൊണ്ടുവരണമെങ്കിൽ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വുമൺസിനെ ഒരു എൻകറേജിന് വേണ്ടിയിട്ടുള്ള മാത്രമായിട്ടുള്ള ഒരു കോഴ്സായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് 3 വർഷത്താണ്. നമ്മൾ സാധാരണ പോളിടെക്നിക്ക് പോലെ തന്നെയാണ് ഇതും. ഞാനത് പഠിച്ചിറങ്ങി എനിക്ക് 75-80 അത്രയും ഉണ്ടായിരുന്നു. ഒരു 75-80% ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഈ കോളേജിൽ തന്നെ കോളേജുകാർ നമ്മൾ പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികളുടെ ഒരു ലിസ്റ്റ് ഈ ISROയിലേക്ക് അവരയച്ചു കൊടുക്കും. അങ്ങനെ പ്ലേസ്മെൻറ്റ് ഒരു ലെറ്റർ നമുക്ക് അയക്കും. അപ്പോൾ നമുക്ക് ഈ കോളേജിൽ നിന്ന് തന്നെ നമുക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടുന്നതാണ് ഈ ISROയ്ക്ക് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചിറങ്ങിയ ഒരുവിധ പാസ്സായ എല്ലാ പിള്ളേർക്കും ഉറപ്പായിട്ട് വരുന്ന ഒരു ഇതാണ്. 2-3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ലെറ്റർ വന്നു. അങ്ങനെ ജോയിൻ ചെയ്തു. അവിടെ TIFFിൽ പോയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കിട്ടി. എനിക്ക് സെഷൻ എല്ലാ കാര്യങ്ങളും കിട്ടി. VSSCയിലേക്ക് ഞാൻ കയറി. VSSC മെയിൻ ബ്ലോക്കിലാണ് ഞാൻ കയറുന്നത്. VSSC മെയിൻ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ സോമദാസ് സാറ്, അന്ന് അദ്ദേഹം അവിടുത്തെ ഡയറക്ടറായിരുന്നു, ഇപ്പോൾ അദ്ദേഹം ചെയർമാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ തൊട്ടടുത്തായിട്ടുള്ളൊരു ഓഫീസിലാണ് എനിക്ക് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ്. ഈ ഓഫീസിൽ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അവിടെ പറ്റിയുള്ള ഡിസ്കസ് ചെയ്യാനുള്ള അധികാരവകാശം നമുക്കില്ല. അത് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആൻഡ് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് മാത്രം ഞാൻ പറയാം കേട്ടോ. എൻ്റെ ഓഫീസിൽ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ആൻഡ് മാൻ പവറാണ്. അപ്പോൾ അവിടുത്തെ റിക്രൂട്ട്മെൻറ്റും പിന്നെ അവിടുത്തെ ബഡ്ജറ്റ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്, അവിടെ മെയിലേക്ക് ഫോൺ വിളിക്കുക, അവർ ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതും, പിന്നെ മറ്റ് പ്രൊജക്റ്റ് ഇത് കാണിക്കേണ്ടതും, പിന്നെ കൺക്ലൂഷൻ അയക്കുന്നതും, ടൈം മാനേജ്മെൻറ്റ്, അങ്ങനത്തെ. എനിക്ക് ആക്ച്വലി 1 വർഷത്തെയായിരുന്നു. നമുക്ക് കൊറോണയൊക്കെ ആയിരുന്നു, ഇത്തിരി നീട്ടി 1.25 വർഷമൊക്കെ എനിക്ക് ഏകദേശം വന്നു. പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എനിക്ക് ഒരെണ്ണത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടി, മറ്റേത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, പ്രൈസ് നമുക്ക് കിട്ടിയില്ല. എന്നാലും നമുക്ക് ഇൻ്റർനെറ്റിൽ നമ്മുടെ വീഡിയോ ഒക്കെ അവർ പബ്ലിഷ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷമാണ്, ഇൻട്രസ്റ്റില്ല. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ISRO ജേർണി. ഞാൻ ഈ DCP പഠിച്ചിട്ട് ഞാൻ അവിടെ കയറി. നമ്മൾ DCP പഠിക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ സെക്രട്ടറി, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, ഓഫീസ് അസിസ്റ്റൻറ്റ്, അങ്ങനത്തെ ഓഫീസ് വർക്കുകളൊക്കെ നമുക്ക് ഇതിൽ ഈ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ DCP കഴിഞ്ഞുള്ളൊരു ഹയർ സ്റ്റഡി എന്ന് പറയുന്നത് BCom എന്നൊരു ഡിഗ്രി ഏതെങ്കിലും എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേറെ മറ്റു ജോബിനൊക്കെ ഒത്തിരി സ്കോപ്പ് ഈ DCP പഠിച്ച എല്ലാവർക്കും ഉണ്ട്. ISROയിൽ തന്നെ ഇഷ്ടം പോലെ ഒരു സെക്ഷൻ തന്നെ DCP പഠിച്ച കുട്ടികൾക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ള എൻ്റെ വീഡിയോ കേട്ടോ. എല്ലാവരും എന്തെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.